മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ തുടക്കമായി. ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. സംസ്ഥാനത്തുള്ള ഹജ്ജ് യാത്ര ഏറ്റവും സുഗമമാക്കുക, ഏറ്റവും സൗകര്യപ്രദമാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഇതിലെടുത്തിട്ടുള്ള ഇത്. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറെയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രത്യേകം തന്നെ ഇതിന് നേതൃത്വം വഹിക്കുന്നുണ്ട്. ഇതിൽ അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടറെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ മുൻ SP ആയിരുന്ന ശ്രീ അബ്ദുൽ കരീം പ്രത്യേക ഉദ്യോഗസ്ഥനായി ഇതിൽ ചുമതലപ്പെടുത്തി. അപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ ഹജ്ജിമാർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത്. ഇതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ സേവനങ്ങൾ, മറ്റ് സർക്കാർ വകുപ്പുകളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അടക്കമുള്ള മുനിസിപ്പാലിറ്റി, പ്രത്യേകിച്ച് നമ്മുടെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഈ കാര്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഇടപെടുന്ന ഒരാളാണ്. അവരൊക്കെ തന്നെ എല്ലാ സമയങ്ങളിലും നമ്മുടെ ക്യാമ്പിൽ എപ്പോഴും ഉണ്ടാകും എന്നുള്ള ഒരു സന്തോഷം കൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ അതാത് ഹജ്ജ് കമ്മിറ്റികളിൽ രൂപീകരിച്ചിരുന്ന ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എല്ലാ ദിവസങ്ങളിലും ബഹുമാനപ്പെട്ട കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട റിവ്യൂ മീറ്റിംഗുകൾ നടത്തി. ഏതെങ്കിലും ഹജ്ജിമാർക്ക് എന്തെങ്കിലും പരാതി അറിയിക്കാനുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ കീഴിൽ നമ്മൾ പ്രത്യേക ചാർജായി കൊടുത്തിരുന്ന സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ അബ്ദുൽ കരീം അദ്ദേഹത്തെ നിങ്ങൾ അറിയിക്കാം. അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഹജ്ജ് കമ്മിറ്റി അംഗങ്ങൾ അവർ 24 മണിക്കൂർ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. അവർ തന്നെയായി ഇതിനൊക്കെ തന്നെ നേതൃത്വം നൽകുക. അവരോടും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ചെയർമാനോടുമൊക്കെ എന്തെങ്കിലും തരത്തിൽ അസൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പറയാൻ മടിക്കരുത്. ക്യാമ്പിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും താമസം, ഭക്ഷണം, പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ള സൗകര്യം, പ്രാർത്ഥന എന്നിവയ്ക്കായി പ്രത്യേകമായ ഹാളുകളും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് യാത്രാരേഖകളും യാത്രാ നിർദ്ദേശങ്ങളും ക്യാമ്പിൽ വെച്ച് നൽകും. വിമാനം പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പ് തീർത്ഥാടകരെ പ്രത്യേക ബസ്സിൽ എയർപോർട്ടിലെത്തിക്കും. എമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ കൗണ്ടറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. തീർത്ഥാടകരുടെ സുരക്ഷയും പരിസരത്തെ ഗതാഗത നിയന്ത്രണങ്ങൾക്കുമായി എയർപോർട്ടിലും ഹജ്ജ് ക്യാമ്പിലും പോലീസ് സേനയും പ്രത്യേകം വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു. TV ഇബ്രാഹിം MLA ആമുഖ പ്രസംഗം നടത്തി. MP-മാരായ ET മുഹമ്മദ് ബഷീർ, അബ്ദുസമദ് സമദാനി, MLA-മാരായ അഹമ്മദ് തേവർകോവിൽ, PTA റഹീം, മുഹമ്മദ് മുഹസിൻ, സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ, ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ N അലി അബ്ദുല്ല തുടങ്ങിയവർ സംബന്ധിച്ചു.